സിനിമ എന്ന് പറയുമ്പോൾ അത് നാം തിയേറ്ററിലിരുന്ന് കാണുന്ന ആ ഒരു ദൃശ്യം, ആ അനുഭവം മാത്രമല്ല സിനിമ. സിനിമയുടെ പുറകിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സിനിമ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷവും ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പ്രവൃത്തികളെയും സാധാരണയായി സിനിമയുടെ വ്യാവഹാരിക ലോകം എന്ന് പറയും. അങ്ങനെ സിനിമയുടെ ഈ വ്യാവഹാരിക ലോകത്തെയാണ് വാസ്തവത്തിൽ നാം ഇപ്പോൾ ചർച്ചയ്ക്കെടുക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു സിനിമ നിർമ്മിച്ച നിർമ്മാതാവ്, അയാളുടെ ബാങ്ക് ഡിപ്പോസിറ്റ്, അതിൻ്റെ മുകളിലുള്ള ഇൻകം ടാക്സ് ഓഫീസർമാരുടെ കത്തിടപാടുകൾ, അയാളുമായി നടത്തിയ, നമുക്കറിഞ്ഞുകൂടാ, ഈ ഒരു ക്ലോസ് ഡോറായിട്ടുള്ളൊരു ഡിസ്കഷനാണ് നടന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ഈ സിനിമയുടെ നിർമ്മാതാവിനോട് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ച ചോദ്യം എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു 10-20 കൊല്ലം കഴിഞ്ഞ് സിനിമാ പഠനം നടത്തുന്ന ഒരു ഗവേഷകനോ ഗവേഷകയോ തീർച്ചയായും ഇതൊക്കെ അന്വേഷിക്കും. ഇതൊക്കെ ഇതിൻ്റെ ഭാഗം. എന്തൊക്കെ ചോദ്യങ്ങളാണ് ഓഫീസർ അയാളോട് ചോദിച്ചത്, എന്താണ് അതിന് അദ്ദേഹം മറുപടി നൽകിയത്? ഇപ്പോൾ ഇതെല്ലാം രഹസ്യമാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഡോക്യുമെൻ്റ് ആവാൻ പോകും. അതൊന്നും ഈ സിനിമയായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വന്നിട്ടുള്ള പലതരം ചർച്ചകൾ, ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങൾ, അതുപോലെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ചർച്ചകൾ, നിങ്ങളൊരു 50 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കും. അന്ന് ഒരുപക്ഷെ ഞാനുണ്ടാവണമെന്നില്ല, പക്ഷേ ഇതെല്ലാം അപ്പോൾ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും. ഇതെല്ലാം ചേർന്ന ഒരു അന്വേഷണത്തെയാണ് നമ്മൾ വ്യാവഹാരിക പഠനം. അതുകൊണ്ട് എമ്പുരാൻ എന്ന സിനിമ കണ്ടവർക്കും കാണാത്തവർക്കും ഞാൻ ഈ പറയുന്ന കാര്യം കേൾക്കാം എന്നർത്ഥം. അങ്ങനെയാണ് ഈ വ്യവഹാരം പഠിക്കാൻ പുറപ്പെട്ടാൽ ആ ടെക്സ്റ്റ് അത്ര പ്രധാനമല്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, എന്തിനാണ് ഇത് ആക്രമിച്ചതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേനുള്ളൂ. ആ സിനിമയുടെ ആദ്യ ഭാഗത്ത് കാണിക്കുന്ന ഗുജറാത്ത് കലാപത്തിൻ്റെ ഒരു ദൃശ്യമാണ് ഈ സിനിമ ഇത്രമേൽ ചർച്ച ചെയ്യപ്പെടാൻ ഇടയായത്. സെൻസർ ബോർഡിൻ്റെ വേണ്ടത്ര ശ്രദ്ധയില്ലാതെ കടന്നു പോകുന്നത് കൊണ്ടാവാം ഒരുപക്ഷെ അത് ഇന്ന് ഇത്രമാത്രം ചർച്ച ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു പഴുതാണ്, സെൻസർ ബോർഡിൻ്റെ കത്രികയുടെ പഴുതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ആ ഒരു 2-3 മിനിറ്റ് ദൈർഘ്യമുള്ള ആ ഒരൊറ്റ രംഗമാണ് ഇന്ന് വൈകുന്നേരം നമ്മളിവിടെ പിടിച്ചിരുത്തിയത്. എന്താണ് ആ രംഗത്തിൻ്റെ പ്രത്യേകത? ആ രംഗത്തിൻ്റെ പ്രത്യേകത 2 കാര്യങ്ങളേ ഉള്ളൂ. അത് ഗുജറാത്തിൽ നടന്ന ഒരു കലാപത്തിൻ്റെ ഓർമ്മയെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അത് ഗുജറാത്തിൽ നടന്ന കലാപമാണ് എന്നതിന് എന്താ തെളിവ്? ഇന്ത്യയിൽ എത്രയോ വർഗീയ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഗാന്ധി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം രക്തസാക്ഷിയായത് തന്നെ ഈ വർഗീയ കലാപങ്ങളുടെ ഒരു മധ്യത്തിൽ വെച്ചാണ് അദ്ദേഹം ഇല്ലാതായതെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വർഗീയ കലാപങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു വർഗീയ കലാപം ചിത്രീകരിച്ചതുകൊണ്ടല്ല, ആ വർഗീയ കലാപം ഗുജറാത്തിൽ നടന്ന ഒരു മുസ്ലിം വേട്ടയാണ് എന്ന് സൂചിപ്പിക്കുന്ന കൃത്യമായ ഒരു ഡേറ്റ് ലൈൻ, അതിൻ്റെ തീയതിയും കൊല്ലവും കൃത്യമായി കാണിച്ചിട്ടുണ്ട്. അതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബാബു ബജ്റംഗി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ആ പേരോടുകൂടി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം നമ്മളിവിടെ വന്നിരിക്കുമായിരുന്നില്ല. ഒരു വർഗീയ കലാപം സിനിമയിൽ കാണിച്ചതൊന്നും ഒരു വലിയ പ്രശ്നമായി വരാൻ വഴിയില്ല. അപ്പോൾ ഇത് ഈ പറഞ്ഞ ഗുജറാത്തിൽ ഒരു പ്രത്യേക ദിവസം നടന്നതാണ് എന്ന് കാണിക്കുകയും അതിന് നേതൃത്വം നൽകിയ ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ പേരുള്ള ഒരാൾ അയാളായി തന്നെ, കഥാപാത്രമായി തന്നെ വരുന്നു എന്നതാണ് ഈ സിനിമയുടെ പ്രാധാന്യം. അങ്ങനെ വരുമ്പോൾ അത് RSSനെ, സംഘപരിവാര ശക്തികളെ, ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഭരണകൂടത്തെ അത്
വെകിളി പിടിപ്പിക്കുന്നു എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി വരുന്നത്. എന്തുകൊണ്ടാണ് ഈ ബാബു ബജ്രംഗി എന്ന് പറയുന്ന പേരോടുകൂടിയ ഒരാൾ ഗുജറാത്ത് കലാപമാണ് എന്ന കൃത്യമായ സൂചനയോടുകൂടിയ ഒരു ദൃശ്യത്തെ അവർ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? അവരെല്ലാവരെയും ഭയപ്പെടുത്തിയിട്ടാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയമാണ് ഈ രാജ്യം ഭരിക്കുന്നത്, നമുക്കറിയാം. പലതരത്തിലുള്ള ഭയമാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളെ ഭയപ്പെടുത്തുന്ന ആളുകളെ തിരിച്ച് ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്താ? അത് മറ്റൊന്നുമല്ല, ചരിത്രമാണ് അവരെ ഭയപ്പെടുത്തുന്നത്. ചരിത്രം ഭയപ്പെടുത്തുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് വാസ്തവത്തിൽ ഫാസിസം എന്ന് പറയുന്നത്. അപ്പോൾ ഫാസിസം എന്നാൽ എന്ത് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, ഒരു പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുകയാണെങ്കിൽ ഞാൻ പറയും, ചരിത്രത്തെ ഭയക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് ഫാസിസം. അതാ. അപ്പോൾ ഈ ചരിത്രത്തിന്റെ സൂചന കൃത്യമായി കടന്നു വന്നതാണ് അവരെ ഭയപ്പെടുത്തിയത്. അങ്ങനെ വരുമ്പോൾ ആ ദൃശ്യത്തിന്റെ ഒരു പ്രാധാന്യം കൂടി, ഈ ബാബു ബജ്രംഗി വന്നാലും കുറച്ച് ഹിന്ദുക്കള് മുസ്ലിങ്ങൾ ആക്രമിക്കുന്നതും കുറച്ച് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ ആക്രമിക്കുന്നതുമായിട്ടുള്ള ഒരു രംഗമായിരുന്നു അതെന്നിരിക്കട്ടെ. ഒരു അടിപിടി നടക്കുന്ന മാതിരിയുള്ള ഒരു രംഗമായിരുന്നെങ്കിൽ അതും നമ്മളെ ഇന്ന് വൈകുന്നേരം കൊണ്ട് വിളിച്ചു വരുത്തുമായിരുന്നില്ല. കാരണം അത് ധാരാളം നടന്നിട്ടുള്ളതാണ്. ആ രംഗം നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കൃത്യമായി ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട സുഭദ്ര എന്ന പേരുള്ള ആണ്, ചരിത്രത്തിൽ അവരുടെ പേര് സുഭദ്ര എന്നാണ്, സിനിമയിൽ അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഏതായാലും അവരുടെ വലിയൊരു തറവാട്ടില് ആക്രമിക്കപ്പെട്ട മുസ്ലിം കുടുംബങ്ങളെ സുരക്ഷിതയായി പാർപ്പിക്കുന്നിടത്തുനിന്നാണ് ആ സിനിമയുടെ ഭാഗം ആരംഭിക്കുന്നത്. അപ്പൊ അവരവിടുത്തെ ഒരു വലിയ തറവാട്ടമ്മയാണ്, നമ്മളെ നാട്ടിലെ ഭാഷയിൽ പറയാം. ആ തറവാട്ടമ്മ തൻ്റെ ചുറ്റും ഈ ആക്രമണം നേരിടാൻ സാധ്യതയുള്ള മുസ്ലിം കുടുംബങ്ങളെ ഒന്നടങ്കം തൻ്റെ വലിയ വീട്ടിൽ, വലിയ ഗേറ്റൊക്കെ ഉള്ള വീട്ടിൽ പാർപ്പിക്കുന്നു. എന്നിട്ട് അന്ന് രാത്രി ആ വന്ന ആളുകളോട് അവർ പറയുന്നു, പിന്നെ അതിലെ മുസ്ലിം കഥാപാത്രം ഇത്രയും ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ഹിന്ദു സ്ത്രീയോട്, അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്, ആ ഹിന്ദു സ്ത്രീയോട് മുസൽമാനായ ഈ അഭയാർത്ഥി പറയാണ്, അങ്ങയെ പിന്നെ എന്താണ് ദൈവം രക്ഷിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ദൈവം അള്ളാഹുവാണ്. അള്ളാഹു അങ്ങയെ രക്ഷിക്കട്ടെ എന്ന് പറയുമ്പോൾ രാമൻ നിങ്ങളെയും രക്ഷിക്കട്ടെ എന്ന അമ്മ പറയുന്നു. അങ്ങനെ നമ്മൾ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഈ മനോഹര സങ്കല്പത്തിലേക്ക് കൊണ്ടുവരാൻ ഒരൊറ്റ വാചകം കൊണ്ട് കഴിയും. മുസ്ലിം പറയുന്നു അള്ളാഹു നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ അമ്മ പറയുന്നു രാമൻ നിങ്ങളെയും എന്ന് പറയുന്നു. ആ സന്ദർഭത്തിൽ ആ സ്ത്രീയുടെ വീട്ടിൽ തന്നെയുള്ള ഒറ്റുകാരനായ മുന്ന എന്ന് പറയുന്ന ഒരു കഥാപാത്രം കടന്നു വരികയും അയാള് ഈ ഒരു ഒറ്റുകാരനാണ്. അയാൾ ഈ കലാപകാരികളെ ആ വീട്ടിലേക്ക് കടന്നു വരാൻ സഹായിക്കുകയും കലാപകാരികൾ ഈ ബാബു ബജ്രംഗി ഉൾപ്പെടെയുള്ള ആളുകൾ ആ വീട്ടിലേക്ക് എരച്ചു കയറി വരുന്നതും ആ സന്ദർഭത്തിൽ ആ മനുഷ്യരെ മുഴുവൻ ചേർത്ത് പിടിച്ച ആ അമ്മയെ വെടിവെച്ച് കൊല്ലുന്നതുമാണ് അതിലേറ്റവും തീക്ഷ്ണമായ രംഗം. ഒരുപക്ഷെ അതിൽ ഗർഭിണിയായ ഒരു അഭയാർത്ഥിയെ ബലാത്കാരം ചെയ്യുന്ന രംഗം ഉണ്ട്. അതിനേക്കാൾ തീക്ഷ്ണത ഒരുപക്ഷെ ആ എല്ലാവരെയും സംരക്ഷിക്കാൻ നിന്ന അമ്മയെ നെറ്റിക്ക് വെടിവെച്ച് കൊല്ലുന്ന ഒരു രംഗം ഉണ്ട്. അങ്ങനെ കൊന്നു എന്ന് മാത്രമല്ല, ചതിച്ച ഈ മതത്തെ, ഹിന്ദു മതത്തെ ചതിച്ചവളാണ് ഇവൾ എന്ന് പറഞ്ഞ് അവരെ ചവിട്ടുന്നുണ്ട് ഈ മുന്ന. എത്രയോ കാലം അവരുടെ വീട്ടിൽ താമസിച്ച, അടിമയായി ജീവിച്ച, ഒരുപക്ഷെ അങ്ങനെ ജീവിച്ച ഒരാള് ആ സമയത്ത് അവരെ വല്ലാതെ ചവിട്ടുന്ന ഒരു രംഗവും കാണാം. ആ ഒരു രംഗം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇന്ത്യയെ സംബന്ധിച്ച ആ അമ്മയിലൂടെ ആ ഒരു നിമിഷം നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്ത്യൻ ഭരണഘടന, ഗാന്ധിയുടെ ജീവിതം, അങ്ങനെ മതനിരപേക്ഷതയെ സംബന്ധിച്ച് നമ്മൾ എന്നും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്വപ്നമാണ്. മറ്റൊരു മനുഷ്യന് വേണ്ടിയില്ലേ, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരേണം എന്ന നാരായണ ഗുരുവിന്റെ ആ വാക്യം. അങ്ങനെ ഈ അവരത്തെ ചേർത്ത് നിർത്തുന്നതാണ്
കരുണ, ആ കരുതലാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഹൃദയം എന്ന് സ്ഥാപിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു ആ അമ്മ ഈ മനുഷ്യരെ മുഴുവൻ ചേർത്ത് നിർത്തിയ നിമിഷം. ആ അമ്മയുടെ നെറ്റിക്ക് വെടിവെക്കുമ്പോൾ, ബാബു ബജ്രംഗി ഈ പറഞ്ഞ അമ്മയെ കൊല്ലുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്ന എന്താണ്? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നേരെയാണ് ആ നിറയൊഴിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവാണ് മതനിരപേക്ഷത. ആ മതനിരപേക്ഷതയുടെ സന്ദർഭത്തിലേക്ക് നിറയൊഴിക്കുക എന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ നെഞ്ചത്തേക്ക് വെടിവെക്കുന്നത് പോലെയാണ്. ഗാന്ധിജിയുടെ നെഞ്ചത്തേക്ക് വെടിവെച്ചവരാണ് നിങ്ങൾ എന്ന് വിളിച്ചു പറഞ്ഞാൽ RSS എക്കാലത്തും പ്രകോപിതരായിട്ടുണ്ട്. ഗാന്ധിയെ കൊന്നത് RSS ആണ് എന്ന് എഴുതി വെച്ചാൽ അവർ പ്രകോപിതരാവും. അവരെ ആ അനുഭവത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു രംഗമാണ് ഈ അമ്മയെ വെടിവെക്കുന്ന രംഗം. അതാ ഗാന്ധിയുടെ ഒരു ആർക്കിടൈപ്പിനെ, ഗാന്ധിയുടെ ഒരു ആദിപ്രരൂപത്തെ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ, നമ്മുടെ ഭരണഘടനയ്ക്ക് നേരെ നിറയൊഴിക്കുന്ന ഒരു സന്ദർഭമാക്കി മാറ്റാൻ ആ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. അതാണ് വാസ്തവത്തിൽ അതൊരു വർഗീയ കലാപമായതുകൊണ്ടല്ല, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിൽക്കുന്നവരെ വെടിവെച്ചു കൊല്ലുന്നവരാണ് RSSകാർ എന്ന ഒരു ആശയം മുന്നോട്ട് വെക്കുന്ന ഒരു രംഗമാണ് എന്നതുകൊണ്ടാണ് അത് RSSനെ വാസ്തവത്തിൽ ഭയപ്പെടുത്തുന്നത്. ഇതാണ് പ്രാഥമികമായ സിനിമയെക്കുറിച്ച്, സിനിമയുടെ ഏതെങ്കിലും അംശത്തെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ പറയാനുള്ള ഏക കാര്യം ഇതാണ്. ഇനി ആ സിനിമയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ അവസാനമാണ് പറയാൻ വിചാരിക്കുന്നത്. ഈ ഒരു അവസ്ഥയെ, അതായത് നമുക്കറിയാവുന്ന പോലെ ഗുജറാത്തിലെ 2002 നടന്നിട്ടുള്ള ഈ ഭീകരമായിട്ടുള്ള വംശഹത്യയുടെ നിരവധി ഡോക്യുമെന്ററികളുണ്ട്, നിരവധി റിപ്പോർട്ടുകളുണ്ട്, നിരവധി പുസ്തകങ്ങളുണ്ട്, അനുഭവക്കുറിപ്പുകളുണ്ട്. അതൊക്കെ നമ്മുടെ അനുഭവമാണ്. പക്ഷേ കഴിഞ്ഞ ഒരു 10-23 കൊല്ലമായി നമ്മളാരും ചർച്ച ചെയ്യാറില്ല. ഇപ്പൊ കേളുവേട്ടൻ പഠന കേന്ദ്രം തന്നെ ഗുജറാത്ത് കലാപത്തെ സംബന്ധിച്ച് ഇതുപോലെ എപ്പോഴെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇല്ല. കാരണം നമുക്ക് ചർച്ച ചെയ്യാൻ എല്ലാ ദിവസവും ഓരോരോ വിഷയം, ഇപ്പൊ വഖഫ് കഴിഞ്ഞാൽ ചർച്ച ചെയ്യാൻ പോവാണ്. ഇനി അത് കഴിയുമ്പോഴേക്കും ക്രിസ്ത്യാനികളുടെ സ്വത്തിനെ പറ്റിയുള്ള ബില്ല് വരും. അപ്പൊ പിന്നെ നമുക്ക് അത് ചർച്ച ചെയ്യാം. അപ്പോ ഈ ചർച്ചയ്ക്ക് ഇങ്ങനെ ഓരോ ദിവസവും വിഷയം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും ഗുജറാത്ത് കലാപം അല്ലെങ്കിൽ അതിനു മുമ്പ് നടന്ന ഇത്തരത്തിലുള്ള RSSന്റെ അതിക്രമങ്ങൾ മനുഷ്യരുടെ മറവിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ മറവി വാസ്തവത്തിൽ സംഘപരിവാറിന്, ഫാസിസ്റ്റ് ശക്തികൾക്ക് വളരെ വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ് മറവി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഓർമ്മയെക്കുറിച്ച്. ഈ സിനിമ എന്ത് ചെയ്തു? ഒരു നിമിഷം നമ്മുടെ ഓർമ്മയെ തട്ടി ഉണർത്തി. ഓർമ്മയെ തട്ടി ഉണർത്തിയതാണ് അവരെ പ്രകോപിപ്പിച്ചത്. ഈ പാമ്പൊക്കെ മാളത്ത് കിടക്കുമ്പോൾ വെറുതെ പോയൊരു കോലിട്ട് കുത്തി അത് ചീറ്റി പുറത്തേക്ക് വരണ പോലെ ഈ ഓർമ്മയെ പോയി കുത്തി ഈ നമ്മുടെ മുരളി ഗോപിയും ഈ പൃഥ്വിരാജും എല്ലാവരും ഒരു നിമിഷം, ആ ഒരു നിമിഷത്തെ അവർ ഭയക്കുകയാണ്. ഓർമ്മ എന്ന് പറയുന്നത് അത്രമേൽ വേട്ടയാടും ഈ ഫാസിസത്തെ. ഓർമ്മയ്ക്ക് മേൽ അടയിരിക്കുകയാണ് വാസ്തവത്തിൽ. ഓർമ്മയ്ക്ക് മേൽ ഞാൻ നേരത്തെ പറഞ്ഞ ആദിപ്രരൂപങ്ങൾ കൊണ്ട് ഓർമ്മയെ പകരം വെക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് ഫാസിസം. ഓർമ്മയെ ആദിപ്രരൂപം കൊണ്ട് പകരം വെക്കുന്ന പ്രത്യയശാസ്ത്രമാണ് ഫാസിസം. അപ്പൊ സ്വാഭാവികമായിട്ട് അടുത്ത ചോദ്യം, ഈ എല്ലാവർക്കും പരിചയമുള്ളൊരു കാര്യം ആവണമെന്നില്ല ഈ ആദിപ്രരൂപം എന്ന് ഞാൻ പറഞ്ഞത് എന്താന്ന്. അത് ഞാൻ അല്പം ഒന്ന് വിശദീകരിക്കാം. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മള് അമ്മ എന്ന് പറയും, സ്ത്രീ അമ്മയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ സ്ത്രീ അമ്മയാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു അമ്മ ഉണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ അമ്മ ആ സ്ത്രീയാണെന്നല്ല ഞാൻ പറഞ്ഞു. അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന, എല്ലാവരുടെ ഉള്ളിലേക്ക് പൊതുവായിട്ട് വരുന്ന ഒരു ഭാവമുണ്ട്. അമ്മ എന്താണ് എന്നുള്ളതിനെ പറ്റി. എല്ലാ അമ്മമാരും അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ അമ്മ എന്നൊരു സങ്കല്പം നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെയാ. അതുകൊണ്ട് നമ്മൾ പറയും ഭൂമി അമ്മയാണ് എന്ന് പറയാറില്ല. ഭൂമി അമ്മയല്ലല്ലോ. പക്ഷെ നമ്മളൊരു സങ്കല്പ, അമ്മ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. അപ്പൊ ഈ അമ്മ എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്. അങ്ങനത്തെ സങ്കല്പങ്ങളെയാണ് ആർക്കിടൈപ്പ് അല്ലെങ്കിൽ ആദിപ്രരൂപം എന്ന് പറയുന്നത്. അങ്ങനെ പല സങ്കല്പങ്ങളുണ്ട്.
ഇപ്പോ പിന്നെ നമ്മൾ സാധാരണ പറയുന്ന, നേരത്തെ ഇവിടെ സ്വാഗതം പറയുമ്പോഴും KT ഒക്കെ പറഞ്ഞല്ലോ, ശത്രു. ഈ ശത്രു എന്നുള്ളത് RSSനെ സംബന്ധിച്ച് ഇന്ത്യയില് അത് ഒരു 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 ആദിപ്രരൂപമാണ്. എന്താ ശത്രു? മുസ്ലിം. മുസ്ലിം എന്ന് പറയുന്നത് ഒരു ശത്രുവായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. ഇന്ന് ഞാനൊരു കവിത വായിച്ചു. ആ കവിത പിന്നെ ഞാൻ ഒന്ന് ഇപ്പൊ വായിക്കാവുന്നതാണെന്ന് തോന്നുന്നു ഈ ഒരു സന്ദർഭത്തിൽ. കമറുദ്ദീൻ ആമയം എന്നുള്ളൊരു കവി എഴുതിയ കവിതയാണ്. ഫേസ്ബുക്കിലെ ഞാനേ അല്ല വാട്സപ്പ് എന്നാണ് കവിതയുടെ പേര്. ഫേസ്ബുക്കിലെ ഞാനേ അല്ല വാട്സപ്പ്. പണ്ടേ ഞാനൊരു പ്രായോഗികൻ. കമറുദ്ദീൻ എഴുതിയ കവിത. വല്യപ്പാടെ മുന്നിൽ EK സുന്നി, വല്യമ്മാമന് മുന്നിൽ AP സുന്നി, നടുമാമന് മുന്നിൽ ഹാപ്പി സുന്നി, ഒടുമാമന് മുന്നിൽ നിരീശ്വരൻ, ചേകന്നൂര് മടവൂര് ഓരോ വിരുന്നുപോക്കിലും പ്രാക്ടിക്കൽ ആനന്ദസ്വാമി. ഞാൻ കൂടുതൽ വായിക്കില്ല. ആ വായിച്ചെന്ന് എന്താ മനസ്സിലാവണം? ഒരാളെന്നെ വല്യമ്മാവിന്റെ മുന്നിൽ ചെല്ലുമ്പോ AP സുന്നിയാവും, വേറൊരാളുടെ മുന്നിൽ ചെല്ലുമ്പോ വേറൊരു സുന്നിയാവും, ഒരാളുടെ മുന്നിൽ മടവൂരാവും, വേറൊരാളുടെ മുന്നിൽ ചേകന്നൂരാവും. അതിന്റെ അർത്ഥം എന്താ? ഒരു മുസ്ലിം ഇല്ല എന്നതിന്റെ അർത്ഥം. എല്ലാ മനുഷ്യന്മാരുടെയും സമുദായത്തിന്റെ ഇടയിൽ ധാരാളം വ്യത്യാസങ്ങൾ ഉള്ളതുപോലെ, ധാരാളം ഉപവിഭാഗങ്ങൾ ഉള്ളതുപോലെ, മുസ്ലിം എന്ന് പറയുന്ന ഒന്നില്ല. നിരീശ്വരവാദികളായ മുസ്ലിങ്ങളുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരായ മുസ്ലിങ്ങളുണ്ട്, കോൺഗ്രസ്സുകാരായ മുസ്ലിങ്ങളുണ്ട്, BJPക്കാരായ മുസ്ലിങ്ങളുണ്ട്. അപ്പൊ മുസ്ലിം എന്ന് പറഞ്ഞ് ഇവര് പറയുന്ന ഈ നേരത്തെ പിന്നെ ഹേമന്ത് മാഷ് പറഞ്ഞ ആഭ്യന്തര ശത്രു ഒന്ന് മുസ്ലിം എഴുതിയിട്ടുണ്ട് വിചാരധാരയില്. ആരാ ഈ മുസ്ലിം? ഈ AP സുന്നിയാണോ? EK സുന്നിയാണോ? ഹാപ്പി സുന്നിയാണോ? ചേകന്നൂരാണോ? മടവൂരാണോ? നിരീശ്വരവാദിയാണോ? ആരാണ് ഇയാൾ? ഈ ഗോൾവാൾക്കർ. ചില ആൾക്കാർ ഗുരുജി ഗോൾവാൾക്കർ എന്നൊക്കെ പറയിട്ടു. അയാൾ ഒരു തരത്തിലും ഗുരുജിയല്ല. അയാളുടെ പേര് ഗോൾവാൾക്കർ. ഈ ഗോൾവാൾക്കർ ആഭ്യന്തര ശത്രുവായി പ്രഖ്യാപിച്ച ഈ മുസ്ലിം ആരാണ്? അപ്പൊ അതിന്റെ അർത്ഥം ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇവര് വിചാരിക്കുന്ന മാതിരി ഒന്നുമില്ല, അതൊരു സങ്കല്പ. ആ സങ്കല്പത്തെയാണ് ഞാൻ ആർക്കിടൈപ്പ്, ആദിപ്രരൂപം എന്ന് പറയുന്നത്. അതിന് ചരിത്രമായിട്ട് ഒരു ബന്ധമില്ല. അമ്മ എന്ന് പറയുമ്പോൾ ഒരു വികാരം ഉണ്ടാവും, അതൊരു വികാര. ചരിത്രമായിട്ട് ഒരു ബന്ധമില്ല. പലതരം അമ്മമാര് വന്നു പോയിട്ടുണ്ട് ഭൂമിയിൽ, അല്ലേ? അപ്പൊ അതേപോലെ മുസ്ലിം എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോ തന്നെ അങ്ങോട്ട് ഒരു അറപ്പുണ്ടാവും. അതൊരു ശത്രുവാണ്, ഒരു തോന്നലുണ്ടാവും. അങ്ങനെ ഒരു മുസ്ലിം വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല. അപ്പൊ ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒന്നിനെയാണ്, കൽപ്പിച്ചുണ്ടാക്കിയ ഒന്നിനെയാണ് ആദിപ്രരൂപം എന്ന് പറയുന്നത്. അപ്പൊ RSS പ്രവർത്തിക്കുന്നത് ചരിത്ര യാഥാർത്ഥ്യത്തിന്റെ മുകളിലല്ല, മറിച്ച് ഈ തരത്തിൽ ഉണ്ടാക്കുന്ന ചില സങ്കല്പങ്ങൾക്ക് മുകളിലാണ്. ആ സങ്കല്പങ്ങൾക്ക് ചരിത്രമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോ നമ്മള് ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്, ചാവ എന്നുള്ള സിനിമയില് ഔറംഗസീബിനെ അതിനിഷ്ഠുരനായ ഒരു മതവർഗീയവാദിയായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. അതിന്റെ പേരിൽ അവിടെ ഒരു വർഗീയ കലാപം ഉണ്ടായിട്ട് 1-2 ആള് മരിച്ചുപോയി. അതിൽ ഈ പറയുന്ന ശിവജിയുടെ അനിയനെ അതിനിഷ്ഠുരമായി പീഡിപ്പിക്കുന്ന ഒരാളായിട്ട് ഔറംഗസീബിനെ ചിത്രീകരിച്ചിരിക്കുക. ശിവജിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? ശിവജി എന്തോ ഹിന്ദുക്കൾക്ക് വേണ്ടി പടപൊരുത്തിയ ഒരാളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതൊന്നും ചരിത്രമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. അപ്പൊ ചരിത്രത്തിൽ നിന്ന് ഓരോരോ കഥാപാത്രങ്ങളെ അടർത്തി മാറ്റിയെടുത്ത് ചരിത്ര നിരപേക്ഷമായ സങ്കല്പനങ്ങളാക്കി മാറ്റുക എന്നതാണ് ഈ ആദിപ്രരൂപ നിർമ്മാണത്തിന്റെ ഒരു വഴി എന്ന് പറയുന്നത്. ആ ആദിപ്രരൂപ നിർമ്മാണത്തിലൂടെ ചരിത്രത്തെ പകരം വെക്കുന്നതിനിടയിലാണ് ഈ മുരളി ഗോപി ചരിത്രമായിട്ട് കടന്നു വരുന്നത്.
അവിടെയാ. അങ്ങനെ ചരിത്രത്തിൽ നിന്ന് മിത്തുകളെ നിർമ്മിച്ചെടുക്കുന്ന ഈ പ്രക്രിയയാണ് RSSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിജീവനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അവർക്ക് നായക സങ്കല്പത്തിൽ ചില മിത്തുകളുണ്ട്. നേരത്തെ പറഞ്ഞ ആദിപ്രരൂപങ്ങളുണ്ട്. ശത്രുക്കളായി ചില ആദിപ്രരൂപങ്ങളുണ്ട്. ഭാരതം എന്നാണ് അവർ ഉപയോഗിക്കുന്ന വാക്ക്. അവരൊരിക്കലും ഇന്ത്യ എന്ന് ഉപയോഗിക്കാറില്ല. ഇന്ത്യയും ഭാരതവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇന്ത്യ ചരിത്രമാണ്, ഭാരതം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മിത്താണ്, അതൊരു സങ്കല്പം. അപ്പൊ മനുഷ്യനെ ചരിത്രത്തിൽ നിന്ന് മാറ്റിയെടുത്ത് ചില അയഥാർത്ഥമായ മിത്തിക്കലായ ചില സങ്കല്പനങ്ങളിലേക്ക് പരിവർത്തിപ്പിക്കുക എന്ന പ്രക്രിയയാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടാ ഈ കേളുവേട്ടൻ പഠനകേന്ദ്രം ഇത്ര ആദ്യപ്പെടുന്നത്? കേളുവേട്ടൻ ഉൾപ്പെടെയുള്ള നമ്മുടെ സഖാക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മനുഷ്യർ, ജീവിച്ചിരിക്കുന്നവർ, മരിച്ചുപോയ രക്തസാക്ഷികൾ, എല്ലാവരും ചരിത്രത്തിലാണ് ഊന്നിയത് എന്നുള്ളതാണ് പ്രധാനം. മാർക്സിസം എന്ന് പറയുന്ന ആശയം തന്നെ വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദത്തിൽ ഊന്നുന്ന ഒരു ആദർശമാണ്. ആ ആദർശം ഏറ്റവും അധികം ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ആദർശത്തെ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഫാസിസ്റ്റുകളാണ്. കാരണം ഫാസിസം ചരിത്രത്തിൽ നിന്ന് നമ്മളെ അകറ്റാൻ ശ്രമിക്കുമ്പോൾ ചരിത്രത്തിലേക്ക് പിടിച്ചു വലിക്കാനാണ് മാർക്സിസം ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മിറ്റത്ത് നമ്മൾ വന്നിരിക്കുന്നത്. ഇതൊരു പിടിവലിയ, ഒരു വടംവലിയാണ്. ചരിത്രത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരണോ അതല്ല ചരിത്രത്തിൽ നിന്ന് മനുഷ്യനെ കൊണ്ടുപോകണോ എന്ന അടിസ്ഥാനപരമായ ചോദ്യത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് KT നേരത്തെ പറഞ്ഞല്ലോ, 5 കൊല്ലം കോൺഗ്രസ്, അല്ലെങ്കിൽ കുറെ കാലം കോൺഗ്രസ് ഭരിച്ചു, ഇനി കുറെ കാലം BJP ഭരിച്ചോട്ടെ, ഒരു പാർട്ടി എന്ന് കരുതിയാൽ തെറ്റി. ഇത് എന്താണ് യഥാർത്ഥത്തിൽ RSS ചെയ്യാൻ ശ്രമിക്കണമെന്ന് ചോദിച്ചാൽ, അവര് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ തന്നെ മാറ്റാനാണ് ശ്രമിക്കുന്നത്. അതാണ് അവരൊരു രാഷ്ട്രത്തെ മാറ്റാൻ പോലും അല്ല ശ്രമിക്കുന്നത്, മനുഷ്യ സങ്കല്പത്തെ തന്നെ മാറ്റുക. എന്താണ് മനുഷ്യ സങ്കല്പം? ഓണ്ടോളജിക്കലി വാട്ട് ഈസ് ഹ്യൂമൻ ബീയിങ്? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഭവശാസ്ത്രപരമായിട്ട്? ഞാൻ ഒരു മനുഷ്യനാണ് എന്നതിൻ്റെ തെളിവെന്താ? എനിക്ക് കയ്യും കാലും ഉണ്ടെന്നുള്ളതും കണ്ണും മൂക്കുണ്ടെന്നുള്ളതാണോ മനുഷ്യൻ എന്നുള്ള എൻ്റെ ആധാരം? അല്ല. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 എന്താ പറയുക, ഉപാധി എന്നോ അല്ലെങ്കിൽ ഒരു സമ്പത്ത് എന്നോ പറയാവുന്നത് മനുഷ്യൻ്റെ ചരിത്രബോധമാണ്. വേറൊരു മൃഗത്തിനും ചരിത്രബോധമില്ല. അതാണ്, കാക്കയ്ക്ക് ചരിത്രബോധമില്ല, നായയ്ക്ക് ചരിത്രബോധമില്ല. ചരിത്രബോധമുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ, അല്ലേ? ചരിത്രം എന്ന് പറഞ്ഞാൽ ഓർമ്മയല്ലേ? ഓർമ്മയാണല്ലോ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർമ്മ എന്ന് പറയുമ്പോൾ വളരെ പ്രധാനമാണ്. അപ്പം നായയ്ക്ക് ഓർമ്മ ഇല്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. തീർച്ചയായിട്ടും നായയ്ക്ക് ചില ഓർമ്മകളുണ്ട്. നമ്മൾ ഇന്ന് 12 മണിക്ക് നായയ്ക്ക് ഉച്ചയ്ക്ക് ചോറ് കൊടുത്തു, നാളെയും 12 മണിക്ക് നായയ്ക്ക് ഉച്ചയ്ക്ക് ചോറ് കൊടുത്താൽ മറ്റന്നാൾ നായ വരും 12 മണിയാകുമ്പോൾ. അത് ഓർമ്മയല്ലേ? അതെ. അങ്ങനെ വരുമ്പോൾ ഈ ഓർമ്മ എന്ന് പറയുന്നത്, വാസ്തവത്തിൽ ഓർമ്മയെക്കുറിച്ചുള്ള ഗവേഷണം നടത്തിയ ആളുകൾ പറയുന്നത് ഓർമ്മ 2 തരത്തിലുണ്ട്. അതിലൊന്ന് ശരീരസ്ഥമായ ഓർമ്മകളാണ്, എംബോഡീഡ് മെമ്മറീസ് എന്ന് പറയും. ശരീരസ്ഥാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്ന കാര്യം നേരെ വാഷ് ബേസിനിലേക്ക് പോകും, എന്നിട്ട് പല്ല് തേക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, ഓരോരുത്തരും രാവിലെ എഴുന്നേറ്റ് ഓരോ തരത്തിലായിരിക്കും പെരുമാറുക. പക്ഷെ രാവിലെ എഴുന്നേറ്റ് വാഷ് ബേസിൻ്റെ അടുത്തേക്ക് ഞാൻ നടക്കുമ്പോൾ, ഞാനിപ്പോൾ വാഷ് ബേസിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് എന്ന ബോധത്തോട് കൂടിയിട്ടൊന്നല്ല ഞാൻ നടക്കണം. അയ്യോ മണി 6:20 8 മണീൻ്റെ ബസ് കിട്ടുമോ എന്നത് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ വാഷ് ബേസിൻ്റെ അടുത്തേക്ക് നടക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ ശരീരം ഓർമ്മയ്ക്കൊപ്പം നടക്കണം ആണ്. ആ ഓർമ്മ ആ വാഷ് ബേസിൻ്റെ അടുത്തേക്ക് ഞാൻ നടക്കാൻ കാരണം ആ ഓർമ്മ എൻ്റെ ശരീരത്തിലാണ് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത്, ബുദ്ധിയിലല്ല. അപ്പോൾ ബുദ്ധിയിൽ ആലേഖനം ചെയ്യപ്പെട്ട ഓർമ്മകളുണ്ട്, ശരീരത്തിൽ ആലേഖനം ചെയ്യപ്പെട്ട ഓർമ്മകളുണ്ട്. ശരീരത്തിൽ ആലേഖനം ചെയ്യപ്പെട്ട ഓർമ്മകളെയാണ് ശീലം എന്ന് പറയുന്നത്. അതാണ് ശീലം. അപ്പം ശീലമായി നിൽക്കുന്ന ഓർമ്മകളുണ്ടെന്ന് അർത്ഥം. അതാ മൃഗങ്ങളിൽ പ്രവർത്തിക്കുന്നത് ശരീരസ്ഥമായ ഇത്തരം ശീലങ്ങളാണ്. അത് മനുഷ്യനുണ്ട്. എന്നാൽ
മനുഷ്യൻ്റെ ഓർമ്മ അത് മാത്രമല്ല, അതിനൊരു സെക്കൻഡ് ഡിഗ്രി ഉണ്ട്, കുറച്ചും കൂടി ഉയർന്ന ഒരു തലമുണ്ട്. അതെന്താ? ഇന്നിപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കും, ഞാനവിടെ എന്തൊക്കെ പറയണമെന്ന് വിചാരിച്ച് പോയതാണ്, വിചാരിച്ചൊന്നും പറയാൻ പറ്റിയില്ലല്ലോ. അപ്പോഴേക്ക് എനിക്ക് അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ പറയണതിൻ്റെ ഇടയിൽ ഒരു മൊബൈൽ അടിച്ചിട്ടുണ്ടാവും, അതെനിക്കൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവില്ല, പറയണ എനിക്കല്ലേ മനസ്സിലാവുള്ളൂ. ആണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇപ്പോഴല്ല, വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഇത് മുഴുവൻ ഒന്ന് റീവൈൻഡ് ചെയ്യും. അപ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് വന്ന എല്ലാവരും ആരൊക്കെയാണെന്ന് ഓർമ്മ ഉണ്ടാവണമെന്നില്ല, ചിലരൊക്കെ ഓർമ്മയിലുണ്ടാവും, ചില സംഭവങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവും. എന്തായാലും ഈ സംഭവം, ഭവിച്ച കാര്യത്തിനാണ് സംഭവം എന്ന് പറയുന്നത്. ഈ ഭവിച്ച കാര്യത്തെക്കുറിച്ച് ഞാൻ ചെന്ന് ഓർത്തെടുക്കുന്ന ഒരേർപ്പാടുണ്ട്. അത് മനുഷ്യന് മാത്രമുള്ളതാണ്. ഭവിച്ചതിനെ പിന്തുടരുക, അതിനെയാണ് അനുഭവം എന്ന് പറയുന്നത്. അതാണ് അനുഭവം. ഭവിച്ച കാര്യം, ഇവിടെ നടന്ന കാര്യത്തെ ഓർമ്മയിലൂടെ ഞാൻ പിന്തുടരാനുള്ള ശേഷി മനുഷ്യന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാത്രമേ അത് അനുഭവമാവുള്ളൂ. ഇപ്പോൾ അത് അനുഭവമല്ല. ഇപ്പോൾ അത് എൻ്റെ നിങ്ങളുടെ അനുഭവമാണെന്ന് പറയാൻ പറ്റില്ല. അനുഭവം ആവണമെങ്കിൽ നിങ്ങളിന്ന് നിങ്ങളുടെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് അനുഭവമാണ്. എല്ലാ പ്രസംഗവും അനുഭവം ആവണമെന്നില്ല. കോട്ട തേക്കാൻ വേണ്ടി വന്നിരിക്കുന്ന പ്രസംഗം ഉണ്ടാവും, അത് അനുഭവമല്ല. അവിടെ നമ്മളിരിക്കും, വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും ആണ്. അതിനു പകരം പറഞ്ഞ കാര്യം നമ്മളുടെ ഉള്ളിൽ കയറുകയും അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, അതൊന്നും നമുക്ക് അനുഭവമല്ല. പക്ഷെ ഒരാൾ പറഞ്ഞ അയാളുടെ കഥ, അയാൾ അനുഭവിച്ചൊരു പ്രയാസം നിങ്ങളോട് ഇന്ന് വന്ന് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ പല്ല് വെച്ചത് മുതൽ രാത്രി കിടക്കണവരെ നിങ്ങൾ ചെയ്ത ആയിരക്കണക്കിന് പ്രവൃത്തികളൊക്കെ നിങ്ങൾ മറന്നുപോകും. പക്ഷെ ആ ആൾ പറഞ്ഞ ഒരു കഥ നിങ്ങളുടെ ഉള്ളിൽ കിടക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു ആക്സിഡൻറ്റിൽ പെട്ടുപോയി, ആ കാര്യം മാത്രം നിങ്ങളുടെ ഓർമ്മയിൽ കിടക്കും, ബാക്കിയൊക്കെ നിങ്ങൾ മറന്നുപോകും. ഇത് ഓർമ്മ അപ്പോൾ വളരെ സെലക്റ്റീവാണ്. എല്ലാ കാര്യങ്ങളും ഓർക്കാൻ പറ്റില്ല. ഓർമ്മ വളരെ സെലക്റ്റീവാണ്. ഈ പരിപാടി കഴിഞ്ഞിട്ട് നിങ്ങൾ 50 ആളുണ്ടെങ്കിൽ 50 ആൾ ഇതിനെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ 50 തരത്തിൽ ആലോചിക്കുക. ഞാൻ എത്രയോ കാര്യം പറഞ്ഞിട്ടുണ്ടാവും, അതിൽ ഒരാൾ പറയും മാഷ് ആ പറഞ്ഞ കാര്യം തിരക്കിടില്ല കേട്ടോ എന്ന്, വേറൊരാൾ പറയും നിങ്ങൾ ഈ പറഞ്ഞൊക്കെ വിഡിത്താന്ന് പറയും. അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരാൾ ശ്രദ്ധിച്ചത് മറ്റേ ശ്രദ്ധിക്കണമെന്നില്ല. അപ്പോൾ ഇപ്പം നടക്കുന്നത് ഒരേ സമയത്തും കാലത്തും നടക്കുന്നതാണ് ഇതെങ്കിലും ഓരോരുത്തരുടെ അനുഭവം വ്യത്യസ്തമാണ്. അതാണ്. അതുകൊണ്ട് സ്ത്രീയുടെ അനുഭവമല്ല ഒരു പുരുഷൻ്റെ അനുഭവം എന്ന് നമ്മൾ പറയുന്നതുകൊണ്ട്, സ്ത്രീയും പുരുഷനും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അവർ രണ്ടുപേരും ഒരേ സമയത്ത് നീക്കുന്നവരും ഒരേ സമയത്ത് കിടക്കുന്നവരുമായിരിക്കും. അവർ കണ്ടുമുട്ടുന്ന മനുഷ്യരും ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും. പക്ഷേ സ്ത്രീയുടെ അനുഭവമല്ല പുരുഷൻ്റെ അനുഭവം എന്ന് പറയാൻ കാരണം, ഈ നടന്ന കാര്യത്തെക്കുറിച്ച് സ്ത്രീ ആലോചിക്കുന്നത് പോലെയല്ല ഒരു പുരുഷൻ ആലോചിക്കുന്നത് എന്നതുകൊണ്ടാണ് അനുഭവം വ്യത്യസ്തമാവുന്നത്. അപ്പോൾ ഈ അനുഭവം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. ആ അനുഭവത്തെ പലതരത്തിൽ ആവിഷ്കരിക്കാൻ ശേഷിയുള്ളത് മനുഷ്യനാണ്. അത് എഴുതിക്കൊണ്ടാവാം, ഒരു ഫോട്ടോഗ്രാഫിലൂടെ ആവാം, അതൊരു സിനിമയിലൂടെ ആവാം. അങ്ങനെ ഈ അനുഭവം എന്ന് പറയുന്നത് വാസ്തവത്തിൽ മനുഷ്യൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അനുഭവത്തിൻ്റെ ആധാരം ഓർമ്മയാണ്. ഓർമ്മ നശിച്ചാൽ മനുഷ്യനില്ല. ഓർമ്മ നശിച്ചാൽ മനുഷ്യനില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തന്മാത്ര എന്നുള്ള സിനിമ. തന്മാത്ര എന്നുള്ള സിനിമയിൽ മോഹൻലാലിന് ഒരു ദിവസം ഓർമ്മ പോയി. അയാൾ ഓഫീസിൽ പോകുമ്പം നേരെ ചന്തയിൽ പോയി പച്ചക്കറി, തക്കാളിയും മറ്റേ മുരിങ്ങക്കായൊക്കെ വാങ്ങി സഞ്ചിയിലിട്ട് നേരെ ഓഫീസിലേക്ക് പോവുക. അപ്പോൾ ആളുകൾ ചോദിക്കുക, സാറിന് എന്ത് പറ്റി, പച്ചക്കറിയൊക്കെ ആയിട്ട് എന്താ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്നില്ല. പിന്നെ മുതൽക്ക് ആൾക്കാർക്ക് മനസ്സിലായി ഇയാൾക്ക് ഓർമ്മ പോയി. അതുവരെ ആ ഓഫീസിൽ എല്ലാവരും വളരെ ബഹുമാനത്തോടു കൂടി കണ്ടിരുന്ന ആ മനുഷ്യൻ്റെ ഇമേജ് ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാണ്ടേ ആണ്. എൻ്റെ ഓർമ്മ നാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളാരും ഈ പറഞ്ഞ തരത്തിൽ അനിൽ ചേലേമ്പ്ര എന്ന് പറഞ്ഞിട്ട് ഒരാളെ പിന്നെ പ്രസംഗിക്കാൻ വിളിക്കില്ല. അതാണ്. മൂപ്പർക്ക് ഇപ്പോൾ ഓർമ്മയും കഥയൊന്നുമില്ല. ഈ ഓർമ്മയും കഥയും എന്ന് പറയുന്നത് കഥ വളരെ പ്രധാനമാണ്. ഓർമ്മയും കഥയും വളരെ പ്രധാനപ്പെട്ട രണ്ട് സങ്കല്പങ്ങളാണ് മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം. മനുഷ്യന് മാത്രമേ കഥ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, മനുഷ്യന് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോൾ ഈ ഓർമ്മയും കഥയുമാണ് നമ്മളാക്കി നിർത്തുന്നത്. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ആരാണ് അനിൽ എന്ന് എന്നോട് ചോദിച്ചാൽ, ഞാൻ ഇന്ന ദിവസം ജനിച്ചു, ഇന്ന ആളാണ് എൻ്റെ അച്ഛൻ, അമ്മ, അതൊക്കെ എൻ്റെ ഓർമ്മയിലുള്ളതാണ്.
അങ്ങനെ കുറേ സംഭവങ്ങൾക്ക് മുകളിൽ ഞാൻ ഇങ്ങനെ കയ്യൊക്കെ കെട്ടി നിന്നിട്ട് പറയാണ് ഞാൻ, അതാണ് ഞാൻ. അപ്പോൾ ഈ ഞാൻ എന്ന് നിങ്ങളൊക്കെ പറയുന്ന ഈ ഞാൻ ആരാണ്? ഓർമ്മകളാണ്. ആ ഓർമ്മകളില്ലെങ്കിൽ ഞാനില്ല. അതുകൊണ്ട് എൻ്റെ സ്വത്വം എന്ന് പറയുന്നത്, എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മയാണ്. ഓർമ്മ നശിച്ചാൽ സ്വത്വബോധമില്ലാതായിത്തീരും എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതാണ് ഇത് മനുഷ്യനും മനുഷ്യ സമൂഹങ്ങൾക്കും ഒക്കെ പ്രധാനമാണ് ഓർമ്മ എന്ന് പറയുന്നത്. നിങ്ങളാരാണ്? ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്ന് പറയുമ്പോൾ കുറേ ഓർമ്മകൾ ഇങ്ങോട്ട് കുത്തിയൊലിച്ച് വരാനുണ്ട്. ആ ഓർമ്മകളുടെ ബലത്തിലാണ് ഞാൻ ഇന്ത്യക്കാരനാണ്, ഇന്ത്യക്കാരിയാണെന്നൊക്കെ നമ്മൾ പറയണത്. അപ്പോൾ ഈ ഓർമ്മ ഇല്ലാതെ ആയാൽ സ്വാഭാവികമായിട്ട് ഓർമ്മകളെ മായ്ച്ചു കളയുക എന്നുള്ളത് ഫാസിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തന്ത്രമാണ്. ഓർമ്മകളില്ലാതായാൽ മനുഷ്യനെ മാറ്റാൻ കഴിയുമെന്ന് നമുക്കറിയില്ലെങ്കിലും നരേന്ദ്രമോദിക്ക് അറിയാം. അതാണ് നരേന്ദ്രമോദി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ചരിത്രത്തിൽ ഇടപെടുന്നത്, ചരിത്ര സിലബസിൽ ഇടപെടുന്നത്, പുസ്തകം മാറ്റുന്നത്, ഗാന്ധി വെടിവെച്ച് കൊല്ലപ്പെട്ടതല്ല എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഓർമ്മകളെ പതിയെ പതിയെ മായ്ച്ചു കളഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളെ മാറ്റാൻ കഴിയും. അതുകൊണ്ട് ഒരു 25 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന എന്നെ കാണുമ്പോഴും 25 കൊല്ലത്തിന് ശേഷം എന്നെ കാണുമ്പോഴും സ്വാഭാവികമായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രൂപത്തിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആൾ പഴയ തന്നെയാണെന്ന് നമ്മൾ വിചാരിക്കുക. അല്ല, ഈ ഓർമ്മ നശിക്കുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ പ്രകൃതത്തിൽ വലിയ വ്യത്യാസം വരും. ഇത് മോദി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാലം വളരെ പ്രധാനമാണെന്ന് കൂടി ഞാൻ പറയട്ടെ. അത് വേറൊരു വിഷയമാണ്. അതും ഇപ്പോൾ കേരളത്തിൽ നമ്മൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ലഹരി ആണല്ലോ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം. അത് ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു വിഷയം. കഴിഞ്ഞ ദിവസം ലഹരിയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ലഹരിക്കെതിരെ ചരിത്രം എന്നാണ്. ലഹരീൻ്റെ പ്രത്യേകത എന്താ? വേറെ ഒന്നുമില്ലെങ്കിലും, ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ആളല്ല, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ലഹരി ഉപയോഗിച്ച ആൾക്കാരുടെ വർത്തമാനം കേട്ടാൽ മനസ്സിലാവുക, അവർക്ക് ചരിത്രം എന്ന് പറയുന്നത് ഭൂതം പൂർണ്ണമായും നഷ്ടപ്പെട്ട മനുഷ്യരായിരിക്കും. അവർക്ക് പ്രത്യേകിച്ച് ഈ ഭൂതകാലത്തെ വർത്തമാന ജീവിതമായിട്ട് ബന്ധിപ്പിക്കാൻ അവർക്ക് കഴിയില്ല ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ മനുഷ്യരല്ലാതായിത്തീരും. നമ്മൾ പറയുന്ന നോർമൽ മനുഷ്യരല്ലാതായിത്തീരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് വാട്സപ്പും ഫേസ്ബുക്കും ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ. അതേക്കുറിച്ചൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വേണം ഇത് പൂർത്തീകരിക്കാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ. എന്താണ് 90-കൾക്ക് ശേഷം ഇന്ത്യയിൽ സംഭവിക്കുന്നതെന്ന് നോക്കുമ്പോൾ അത് മോദിയെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആഗോളവൽക്കരണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതായിട്ട് വരും. അതെന്താണെന്ന് ചോദിച്ചാൽ, ഗ്ലോബലൈസേഷന് ശേഷമാണ് നമ്മളൊക്കെ ഈ സാധനം ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഞാനിത് കൊറോണയ്ക്ക് ശേഷമാണ് വാങ്ങിയത്. കാരണം ക്ലാസ് എടുക്കാൻ വരെ ഇത് വേണമെന്നായി. അപ്പോൾ നിർത്തിയില്ലത് വാങ്ങി, ഈ സ്മാർട്ട് ഫോൺ. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, കേട്ടവരുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ഈ ഫോൺ വാങ്ങുന്നതിന് മുമ്പ് എൻ്റെ മകൻ്റെ അടുത്ത് ഈ ഫോണുണ്ട്. അന്ന് അയാൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലമാണ്. അപ്പോൾ അയാൾ ഈ ഫേസ്ബുക്ക്, ഇന്നത് തന്ത വൈബായിട്ടുണ്ട്, പക്ഷേ അന്ന് ഫേസ്ബുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ എനിക്കിതിനെപ്പറ്റിയൊന്നും യാതൊരു ധാരണയില്ല. അപ്പോൾ ഇവൻ ഇങ്ങനെ ഇതിൽ എനിക്ക് താല്പര്യം ഉണ്ടാവാൻ സാധ്യതയുള്ള ചില ചർച്ച വരുമ്പോഴൊക്കെ പറഞ്ഞുതരും, അച്ഛൻ അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അയാൾ എന്നോട് പറഞ്ഞു, അന്ന് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ പന്തി ഭോജനം എന്ന് പറയുന്നൊരു കഥ വന്ന സമയമാണ്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ. അപ്പോൾ മലയാളത്തിലെ ചില എൻ്റെ സുഹൃത്തുക്കൾ മാഷന്മാരൊക്കെ പന്തി ഭോജനത്തെ പറ്റി എഴുതിയത് ഇവൻ എനിക്ക് കാണിച്ചു തന്നു. അച്ഛൻ അങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, അത് പിന്നെ ഒന്ന് അച്ഛൻ നോക്കണമെന്നല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ എനിക്ക് അതിൽ താല്പര്യം തോന്നി. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, എടാ ഒരു കാര്യം ചെയ്യാം, ഞാനിതൊന്ന് വായിച്ചോട്ടെ, എന്നിട്ട് ഞാനൊരു അഭിപ്രായം എഴുതാം, അത് നിൻ്റെ ഫേസ്ബുക്കിൽ നിൻ്റെ പേരിലിട്ടാൽ മതി എന്ന് പറഞ്ഞു. ആ അഭിപ്രായങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു താല്പര്യം തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ 2 കാര്യം അവൻ അപ്പം തന്നെ എന്നോട് പറഞ്ഞു. അച്ഛനത് പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ തരണം, പരമാവധി നാളെ രാവിലെ. പിന്നെ അച്ഛൻ സാധാരണ എഴുതണ മാതിരി 15-20 പേജ് ലേഖനമൊന്നും പറ്റില്ല, ഒരു 100 വാക്ക്, അത് രാവിലെ ആകുമ്പോഴേക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി കിടക്കണമെന്ന് തന്നെ അവൻ ചോദിച്ചപ്പോൾ ഞാൻ ആ കഥ എടുത്ത് വായിച്ചു, അത്രയേ ഉള്ളൂ. ഇത് വായിച്ചതിനെക്കുറിച്ച് എന്തെങ്കിലും എഴുതണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, എനിക്കങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഇപ്പോൾ പറഞ്ഞ പന്തി ഭോജനമാണ് കഥ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും
പിന്നെ സഹോദരൻ അയ്യപ്പൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അന്നത്തെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ്, ആ കഥയിൽ എന്താ പറഞ്ഞത്, ഇതൊക്കെ നോക്കണമല്ലോ. അപ്പോൾ അതിന് പുസ്തകമൊക്കെ എടുത്ത് നോക്കണം. അപ്പോൾ അന്ന് രാത്രി ഞാൻ കഥ വായിച്ച് കിടന്നു. പിറ്റേന്ന് രാവിലെ അവൻ ചോദിച്ചു, അച്ഛൻ എഴുതിയോന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പോണ വഴിയിലൊക്കെ ഞാൻ ആലോചിക്കേണ്ടത് എന്തൊക്കെയാണ് എഴുതണ്ടെന്നൊക്കെ ആലോചിക്കണം. പിന്നെ എനിക്കിതല്ലേ പരിപാടി. ഇത് ക്ലാസ് കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രസംഗം കഴിഞ്ഞ് എവിടെയെങ്കിലും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഇത് എഴുതാനൊന്നും സമയം ഉണ്ടാവില്ല. അങ്ങനെ അവൻ പിന്നെ അത് ചോദിച്ചില്ല. ഞാനും അത് എപ്പോഴെങ്കിലും എഴുതാം എന്ന് വിചാരിച്ചിരുന്നു. ഏതാണ്ട് ഒരു 1-1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമയം കിട്ടിയപ്പം അവൻ പറഞ്ഞ പോലെ 15 പേജൊന്നും അല്ലാതെ ചുരുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. എന്നാലും ഒരു ചെറിയ ലേഖനം പോലെ ഒരു സാധനം എഴുതിയിട്ട് ഞാൻ അവനോട് എടാ അത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഏത്? അമ്പള പന്തിഭോജനോ? അതെന്തത്? നാള് ഈ പറഞ്ഞില്ലേ മറ്റേ മാഷ് ഇങ്ങനെ എഴുതി, ഇയാളിങ്ങനെ എഴുതിയെന്നൊക്കെ. അപ്പോൾ കുറേ ആലോചിച്ച അതൊക്കെ കഴിഞ്ഞിട്ട് കാലത്രയച്ചാ ഇപ്പോൾ വേറെയാണ് വിഷയം. അപ്പോഴേക്ക് വിഷയം വേറെ പലതുമായി ഉണ്ടാവും. സരിതാ നായരായിട്ടുണ്ടാവും, വേറൊന്നായി ഉണ്ടാവും. അതാണ്. അപ്പോൾ ഒന്ന് കഴിയുമ്പോഴേക്ക്, നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, വഖഫ് കഴിയുമ്പോഴേക്ക് അടുത്ത് വരും, അത് കഴിഞ്ഞാൽ അടുത്ത് വരും. അപ്പോൾ നമ്മൾ ഈ ഹിസ്റ്റോറിസൈസ് എഗെയിൻ ഹിസ്റ്റോറിസൈസ് എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. ചരിത്രവൽക്കരിക്കുക, വീണ്ടും ചരിത്രവൽക്കരിക്കുക. ഒരു കഥ വായിച്ചാൽ ആ കഥ വായിച്ച് നന്നായി ഇൻ്റെ ചങ്ങാതി എഴുതിയാന്ന് പറഞ്ഞ് എഴുതണേനല്ല നമ്മൾ ചരിത്രവൽക്കരണം എന്ന് പറയാം. അതിനൊരു സന്ദർഭത്തിൽ വെച്ച് പരിശോധിക്കുകയാണ്. മാർക്സിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ജീവചരിത്ര അനുഭവമുണ്ട്. മാർക്സിനോട് ഒരു പബ്ലിഷർ, ഒരു പുസ്തക പ്രസാധകൻ വന്നിട്ട് പറഞ്ഞു, ഇംഗ്ലണ്ടിലെ തൊഴിലാളി വർഗത്തെക്കുറിച്ച് താങ്കൾ ഒരു പുസ്തകം എഴുതി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ മാർക്സ് പറഞ്ഞു, മാർക്സിനാണെങ്കിൽ ദാരിദ്ര്യം ഭയങ്കരമായിട്ട് അനുഭവിക്കുന്ന സമയമാണ്. അപ്പോൾ മാർക്സ് ഏറ്റു, കുറച്ച് പൈസ കിട്ടുമല്ലോ, 6 മാസം കൊണ്ട് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഏറ്റു. അങ്ങനെ ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറിയിൽ പോയിരുന്ന് ഇംഗ്ലണ്ടിലെ തൊഴിലാളി വർഗത്തെ പറ്റിയൊക്കെ മാർക്സ് പഠിക്കുകയാണ്. പഠിച്ചത് എഴുതാൻ തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോൾ പബ്ലിഷർ ഒന്ന് ഓർമ്മിപ്പിച്ചു, താങ്കൾക്ക് ഓർമ്മയില്ലേ നമ്മുടെ പുസ്തകത്തിൻ്റെ കാര്യം? ഓ, ഞാൻ എഴുതുകയാണ്. 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പബ്ലിഷർ ചോദിച്ചു, എന്തായി പുസ്തകം? ഞാൻ എഴുതുകയാണ്, ഉടനെ തരാം. 1 മാസം കഴിഞ്ഞ് വീണ്ടും അയാൾ ചോദിച്ചു, പുസ്തകമായോ? ഇല്ല, എഴുതിക്കൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞില്ല. പിന്നെ അയാൾ ചോദിക്കാൻ വന്നില്ല. പക്ഷെ മാർക്സ് ഇംഗ്ലണ്ടിലെ തൊഴിലാളി വർഗത്തെക്കുറിച്ച് പഠിച്ച് എഴുതിക്കൊണ്ടിരിക്കുക. 1.5 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് പുസ്തകത്തിൻ്റെ മാനുസ്ക്രിപ്റ്റ് ഏതാണ്ട് മുഴുവനായി, ഏതാണ്ട് പുസ്തകം മുഴുവൻ എഴുതി കഴിഞ്ഞു. അങ്ങനെ മൂപ്പരതൊക്കെ തൂക്കി പിടിച്ച് ഈ പബ്ലിഷർ അടുത്ത് ചെന്നു. പബ്ലിഷർ ചോദിച്ചു, ആരാ? കാൾ മാർക്സാണ്. മനസ്സിലായില്ല? അല്ല, ഇംഗ്ലണ്ടിലെ തൊഴിലാളി വർഗത്തെ പറ്റി ഒരു പുസ്തകം എഴുതാൻ പറഞ്ഞിരുന്നില്ലേ? ഓ, താങ്കളോട് ഞാനത് 6 മാസം കൊണ്ട് തരണം എന്ന് പറഞ്ഞല്ലേ, ഒരു 8 മാസവും ഞാൻ കാത്തു തന്നു. പിന്നെ താങ്കളെ കാണാഞ്ഞപ്പോൾ ഞാനത് വേറൊരാളെ ഏൽപ്പിച്ചു. അയാൾ 2 മാസം കൊണ്ട് എഴുതി തന്നു. ആ പുസ്തകം 3 പതിപ്പ് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി താങ്കളുടെ പുസ്തകത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇത് മാർക്സ് പറഞ്ഞതിന് ശേഷം മാർക്സ് പറയുന്നൊരു വാചകം, ഇംഗ്ലണ്ടിലെ തൊഴിലാളി വർഗത്തെക്കുറിച്ച് എഴുതിയ ആ കയ്യെഴുത്ത് പ്രതി എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നീടൊരു ഭാരമായി തീർന്നു. ഇടയ്ക്കിടെ വാടക വീട് മാറണം, ജെന്നി 5-6 കുട്ടികളെയായിട്ട് ഇങ്ങനെ മാറണം. വാടക വീട് മാറാൻ 2 കാരണമുള്ളൂ. ഒന്ന്, ഇടയ്ക്ക് വാടക കൊടുക്കാനുണ്ടാവില്ല, അല്ലെങ്കിൽ പോലീസ് വന്ന് വേട്ടയാടും. എപ്പോഴായാലും വാടക വീട്ടിൽ നിന്ന് പോകണം. അപ്പോൾ ഈ ജെന്നീനെയും കുട്ടികളെയും വീട്ടു സാമാനങ്ങളും ഒക്കെ കൂടിയായിട്ട് പോകുമ്പോൾ ഇംഗ്ലണ്ടിലെ തൊഴിലാളി വർഗത്തെ പറ്റിയുള്ള ഈ പഠനം എനിക്കൊരു ഭാരമായി തീർന്നു. ഒടുവിൽ ഞാനത് ആ പഴയ വാടക വീട്ടിൽ ഉപേക്ഷിച്ചു. ചുണ്ടലികളുടെ കരളുന്ന വിമർശനത്തിന് വിട്ടുകൊടുത്തു. കാരണം കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ് അവസാനത്ത്. ചരിത്രവൽക്കരണത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുക എന്നുള്ളതാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിനാണ് ചരിത്രവൽക്കരണം എന്ന് പറയാം. അത് അനുവദിക്കാതിരിക്കുന്നതാണ് പുതിയ മാധ്യമ പരിസരം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ മാധ്യമ പരിസരം ഓണ്ടോളജിക്കലായിട്ട് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക. മനുഷ്യൻ എന്നുള്ളൊരു ജന്തുവിനെ മാറ്റുന്ന ഒരു ഉപകരണമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഇതിൻ്റെ വല്യേട്ടനാണ് വരാൻ പോകുന്ന AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഒരു സംശയമില്ല, മനുഷ്യൻ മാറുകയാണ്. കുരങ്ങൻ മാറി മനുഷ്യനായി എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി മനുഷ്യന് വരാൻ പോകുന്ന പരിണാമം കൊമ്പ് മുളച്ചിട്ടും വാല് നീണ്ടിട്ടുമല്ല, മനുഷ്യൻ്റെ ഓർമ്മയ്ക്കും ബോധത്തിനും വലിയ പരിക്കാണ് സംഭവിക്കാൻ പോകുന്നത്. യുവാൻ ഹരാരി എന്ന് പറയുന്ന അയാളുടെ പ്രഭാഷണം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വഴിയിൽ നമ്മുടെ ഈ പുതിയ മാധ്യമ പരിസരവും മറുവഴിയിൽ ഇന്ത്യയിൽ വളർന്നു വരുന്ന ഈ ഫാസിസവും ചേർന്ന്
ഓർമ്മകളെ മായ്ച്ചു കളയുക എന്ന് പറയുന്ന, കാലപ്രവാഹത്തിൽ വെള്ളത്തിൽ ഒതളങ്ങ പോലെ ഒലിച്ചു പോകുന്നവരായി മനുഷ്യരെ മാറ്റിത്തീർക്കുന്ന ഒന്നായി നാം കാലത്തെ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനം. കാലബോധമാണ് മനുഷ്യബോധം എന്ന് പറയുന്നത്. മനുഷ്യൻ ആര് എന്ന് ചോദിച്ചാൽ അയാളുടെ കാലബോധമാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് ഈ പറയുന്ന എമ്പുരാൻ എന്ന സിനിമ വന്നപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ ഗുജറാത്തോ, അതെന്താ പരിപാടി എന്ന് വിജ്ഞാനം വിരൽത്തുമ്പിൽ വിളമ്പുന്ന ഈ സാധനം കയ്യിലുണ്ടായിട്ടും 22 വയസ്സായ കുട്ടി ഇന്ന് വരെ ഗുജറാത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം നാം മനുഷ്യൻ എന്ന അർത്ഥത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നേരം നമ്മളൊന്ന് കൂടിയിരിക്കുന്നത്. അങ്ങനെ ഗുജറാത്തിൽ നടന്നത് എന്താണ് എന്ന് ആവർത്തിച്ച് നമുക്ക് പറയാനൊരവസരം, അത് മനുഷ്യരെ പഠിപ്പിക്കാൻ, ഈ യന്ത്രങ്ങളെ എല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ചില പണിയെടുക്കാനുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സാംസ്കാരിക ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ സാംസ്കാരിക ചരിത്രത്തെ വിമർശനാത്മകമായി നോക്കിക്കാണുന്നതാണ് ക്രിട്ടിക്കൽ ഹിസ്റ്ററി എന്ന് പറയും. അത് റസാഖ് മാഷ പോലുള്ള ആളുകൾക്ക് അത് നന്നായിട്ട് അറിയാം. ഈ കൾച്ചറൽ ഹിസ്റ്ററിയിൽ നിന്ന് ക്രിട്ടിക്കൽ ഹിസ്റ്ററി ഉണ്ടാക്കുന്നതാണ് മാർക്സിസം എന്ന് പറയുന്നത്. എന്താ ക്രിട്ടിക്കൽ ഹിസ്റ്ററിയുടെ പ്രത്യേകത? ക്രിട്ടിക്കൽ ഹിസ്റ്ററി ഈ ഭൂതകാലം വളരെ മനോഹരമായിരുന്നു എന്ന് പറയാനോ, ഈ പറഞ്ഞ പോലെ ഭൂതകാലത്തിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളാനോ ഒന്നും നമ്മളോട് പറയുന്നതല്ല ക്രിട്ടിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ഹിസ്റ്ററി എല്ലായ്പ്പോഴും വേദനിക്കുന്ന മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന ഒന്നാണ്. അതിന് കളക്റ്റീവ് ട്രോമ എന്നാണ് പൊതുവെ നമ്മളതിന് പറയാം. സാമൂഹ്യമായി നാം അനുഭവിച്ച മുറിവുകളെ വിമർശനാത്മകമായി വിലയിരുത്തുന്ന ചരിത്രത്തെയാണ് വിമർശനാത്മക ചരിത്രം, ക്രിട്ടിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അല്ലാണ്ട് നായകന്മാരാരായിരുന്നു, ശിവജി എന്ത് ചെയ്തു, വേറൊരാൾ എന്ത് ചെയ്തു, ഗാന്ധി എന്ത് ചെയ്തു, വേറൊരാൾ, അങ്ങനെ ഈ ആളുകളെയും നേതാക്കന്മാരെയും നായകരെയും സംഭവങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ചരിത്രമല്ല ഈ വിമർശനാത്മക ചരിത്രം എന്ന് പറയുന്നത്. അതിന് പകരം ആ ചരിത്ര സംഭവങ്ങൾക്കകത്ത് നിരന്തരം മുറിവേറ്റ മനുഷ്യരുണ്ട്. ആ മുറിവേറ്റ മനുഷ്യരെ നോക്കുന്നതാണ് ക്രിട്ടിക്കൽ ഹിസ്റ്ററി. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. 1921 ഞാനും ഇപ്പോൾ റസാഖ് മാഷും ഒക്കെ താമസിക്കുന്ന മലപ്പുറം ജില്ലയിൽ, അല്ലെങ്കിൽ ഈ ഏറനാട് വള്ളുവനാട് പ്രദേശത്ത് പ്രധാനമായും നടന്ന സാമ്രാജ്യത്വ വിരുദ്ധ ജന്മിത്വ വിരുദ്ധ സമരത്തെപ്പറ്റി എത്രയോ നമ്മൾ സംസാരിച്ചതാണ്. അത് സംസാരിച്ചൊന്നും പോരാ, ഇനി സംസാരിക്കണം. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് മലപ്പുറം ജില്ലേനെ പറ്റി 2 ആഴ്ച മുന്നേ അയാൾ പിന്നെയും പറഞ്ഞിട്ടൊരു കാര്യം ആണ്. ഇത് തീരാൻ പോണില്ല കേട്ടോ. ഈ മലപ്പുറം ജില്ല എന്നുള്ള ഈ നേരത്തെ പറഞ്ഞ മിത്തുണ്ടല്ലോ, ആണ് ആ മുസ്ലിം എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് മലപ്പുറം ജില്ല. ആ വിചാരധാരയിൽ നിന്ന് എടുത്ത് നോക്കുങ്ങൾ. അതിൽ ആഭ്യന്തര ശത്രുക്കൾ ഒന്നെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ എന്നുള്ളതിൻ്റെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ മാധവജി എന്ന പേരിൽ അറിയപ്പെടുന്ന മാധവനാണ്. ഈ പി മാധവൻ ഈ ഗോൾവാൾക്കർ എഴുതുന്നുണ്ട്. ഇപ്പതാ തെക്ക് മലബാറിൽ തെക്ക് കേരളത്തിൽ മലബാർ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയുള്ള വിമോചന സമരത്തിൻ്റെ ഇടയിലൂടെ മുസ്ലിം ലീഗ് പിന്നെ ഉയർന്നു വരിക. ചെന്നിടത്തൊക്കെ മാപ്പിളനാടാക്കുന്ന ഏർപ്പാടാണ് അവർക്കുള്ളത്. കുട്ടി പാകിസ്ഥാൻ നിർമ്മിക്കലാണ് അവരുടെ പണി എന്നൊക്കെ എഴുതിയൊരു പാരഗ്രാഫുണ്ട്. അതിനൊരു അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട് ഈ മാധവൻ. എന്താ അടിക്കുറിപ്പ് എന്നറിയോ? ഇത് തർജ്ജമ ചെയ്യുന്ന സമയമായപ്പോഴേക്കും കുട്ടി പാകിസ്ഥാൻ അഥവാ മാപ്പിളനാട് എന്ന് വിശേഷിപ്പിക്കാവുന്ന മലപ്പുറം ജില്ല ഉണ്ടായിക്കഴിഞ്ഞു. ഇങ്ങനെ വെള്ളാപ്പള്ളി നടേശനാണ് പറയണമെങ്കിലും പറയുന്നത് ഗോൾവാൾക്കറാണ്. അത് ഗോൾവാൾക്കർ പറഞ്ഞതാ, വിചാരധാരയിലുള്ളതാ. ഈ പറഞ്ഞ പോലെ ചരിത്രമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു കഥയാണ് മലപ്പുറം എന്നുള്ളത്, മുസ്ലിം എന്ന് പറഞ്ഞ പോലെ. അപ്പം ആ നിലയ്ക്ക് ഇങ്ങനെ ഇതൊക്കെ നടന്നതല്ലേ? മലബാറിൽ സമരം നടന്നതല്ലേ? ജന്മിത്വത്തിനെതിരെ സമരം നടന്നിട്ടുണ്ട്, സാമ്രാജ്യത്വത്തിനെതിരെ സമരം നടന്നു, വർഗീയ കലാപം നടന്നിട്ടുണ്ട്. അവിടെ വർഗീയ കലാപം നടന്നിട്ടില്ല എന്നും അർത്ഥമില്ല. ഹിന്ദുക്കളും മുസൽമാന്മാരും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് അവിടെ, അത് ശരിയാ. പക്ഷേ എങ്ങനെയാണ് ആ ചരിത്രത്തെ നമ്മൾ വിശകലനം ചെയ്യേണ്ടത്? വേദനിക്കുന്ന മനുഷ്യരോടൊപ്പം ആ ചരിത്രം
ആരംഭിക്കേണ്ടത്, ചരിത്രാന്വേഷണം ആരംഭിക്കേണ്ടത്. അങ്ങനെ ആരംഭിച്ച് ചരിത്രം എഴുതിയ ഒരാളുടെ പേരാണ് EMS. എന്നോട് ചോദിക്കുകയാണ്, EMS കേരളത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്താണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, മലബാർ കലാപം ആഹ്വാനവും താക്കീതും എന്ന ഡോക്യുമെൻ്റാണ്. ചരിത്രം സെക്കൻഡ് ഇയർ BA ക്ലാസ് വരെ പഠിച്ച ആ മനുഷ്യൻ എങ്ങനെയാണ് ക്രിട്ടിക്കൽ ഹിസ്റ്ററി എഴുതുക എന്നതിൻ്റെ ഉദാത്തമായൊരു മാതൃകയാണ് ആ ഡോക്യുമെൻ്റ്. അതിൽ അദ്ദേഹം പറഞ്ഞതെന്താ അറിയോ? ആത്യന്തികമായി ഇത് സാമ്രാജ്യത്വ വിരുദ്ധ, ജന്മിത്വ വിരുദ്ധ സമരമാണ്. പക്ഷേ ഈ സമരത്തിന് നേതൃത്വം നൽകേണ്ടിയിരുന്ന ആ സമര പോരാളികളെ രാഷ്ട്രീയവൽക്കരിക്കേണ്ടിയിരുന്ന കോൺഗ്രസ് തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറിയതോടെ ഇത് പലയിടങ്ങളിലും വർഗീയ കലാപമായി മാറിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം എഴുതിയത്. ഇതിനെയാണ് ഓർമ്മകളെ ശുദ്ധീകരിക്കുക എന്ന് പറയാം. അതാണ് ഇങ്ങനെ ഓർമ്മകളെ ശുദ്ധീകരിച്ച് നാം ജീവിക്കുന്ന കാലത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ക്രിട്ടിക്കൽ ഹിസ്റ്ററി. അങ്ങനെ വരുമ്പോൾ ആ ചരിത്രം നമുക്ക് മുന്നേറാനുള്ളൊരു പാഠമായി തീരും. 2 പാഠമാണ് ആ സമരത്തിൽ നിന്ന് പഠിക്കേണ്ടതെന്ന് EMS പറയണം. ഒന്ന്, ആ സമരത്തെ നെഞ്ചേറ്റേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരുടെ കടമയാണ്. കാരണം എന്താണ്? ഈ സാമ്രാജ്യത്വ വിരുദ്ധ, ജന്മിത്വ വിരുദ്ധ സമരത്തിൻ്റെ പോരാളികളായി പിന്നീട് കേരളത്തിൽ വന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുകൊണ്ട് അത് കമ്മ്യൂണിസ്റ്റുകാരാണ് ആ ലെഗസി ഉയർത്തിപ്പിടിക്കേണ്ടത്. അത് മനസ്സിലാവാത്ത കോൺഗ്രസ് അക്കാലത്ത് തന്നെ ആ സമരത്തെ ഒറ്റുകൊടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഓർമ്മകളെ നാം ജീവിക്കുന്ന കാലത്തോട് ബന്ധിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം ഉൾക്കൊണ്ട് മുന്നേറാൻ നമ്മളെ സഹായിക്കുന്ന ചരിത്രത്തെയാണ് നാം വിമർശനാത്മക ചരിത്രം എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പുറത്ത് ഈ കൾച്ചറൽ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മിത്തുകളെ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരു സാധനമുണ്ട്. പണ്ട് ദേവന്മാർക്ക് ഇത് പാലാഴി കടയുമ്പം അമൃത് കിട്ടിയല്ലോ, അമൃത് തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയില്ലേ? അതേപോലെ ഈ സാംസ്കാരിക ചരിത്രം ഇപ്പോൾ 2 കൂട്ടർ തമ്മിലുള്ള വടംവലിക്കകത്താണ്. അതിനെ മിത്താക്കാൻ മോദിയും സംഘപരിവാരവും ശ്രമിക്കുന്നു. മോദി നരാധമനായ ഒരാളാണ് എന്ന കാര്യത്തിൽ 2002 ഗുജറാത്ത് കലാപത്തിൻ്റെ കാലത്ത് ജീവിച്ച നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് ഒരു സംശയം ഉണ്ടാവില്ല. എനിക്കൊരു സംശയമില്ല. അന്ന് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഗുജറാത്ത് സന്ദർശിച്ച് തിരിച്ചു വന്ന KEനോടൊപ്പം ഞങ്ങൾ അന്നത്തെ കുറച്ച് ചെറുപ്പക്കാരിരുന്ന് അവർ പറഞ്ഞതൊക്കെ കേട്ടെഴുതി ഗുജറാത്തിൽ സംഭവിക്കുന്നത് എന്നൊരു പുസ്തകം എഴുതി. ആ പുസ്തകം എഴുതി കഴിഞ്ഞോടെ ഞങ്ങൾ ഏതാണ്ട് ഗുജറാത്തിൽ പോയി അനുഭവിച്ചാണ്. അതുകൊണ്ട് ഇതാ വികാസ് പുരുഷൻ എന്ന് ഞങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരെ മുന്നിൽ ഇയാൾ അവതരിപ്പിച്ചാൽ ഞങ്ങൾക്ക് അടി തെറ്റില്ല. കാരണം ഞങ്ങൾ ജീവിക്കുന്നത് ഫേസ്ബുക്കിലും വാട്സപ്പിലും അല്ല, ഈ ചരിത്രത്തിൻ്റെ ഡോക്യുമെൻറ്റിനകത്താണ്. അതാണ് ക്രിട്ടിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞത്. അപ്പോൾ KEനെ പോലെ അന്നത്തെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആളുകൾ അത് ഡോക്യുമെൻ്റ് ആക്കുമ്പോൾ ചെയ്യുന്നത് ഒരു സാംസ്കാരിക ചരിത്രത്തെ ഭാവിയിലേക്കുള്ള ഒരു മുന്നേറാനുള്ള ഒരു ചരിത്ര രൂപമാക്കി മാറ്റുകയാണ് അത് ചെയ്തത്. ആ ചരിത്ര രൂപത്തിലൂടെ കടന്നു വന്ന റാം കെ നാം പോലുള്ള സിനിമകളിലൂടെ ഇതൊക്കെ നമ്മളെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇയാൾ വികാസ് പുരുഷനല്ല, അയാൾ നരാധമനാണ്. ഈ രാജ്യത്തെ നശിപ്പിക്കാനായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്നത്തെ പ്രധാനമന്ത്രി എന്ന് പറയാൻ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് സംശയമില്ല. പക്ഷേ അങ്ങനെ ഇന്ന് ഇതുപോലെയൊക്കെ ആരെങ്കിലും പറയണ്ടെങ്കിൽ കേരളത്തിൽ പറയുണ്ടാവും. ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് ഞാനിപ്പോൾ ഉപയോഗിച്ച ഈ വാക്കുകളൊന്നും നരേന്ദ്രമോദിയെ വിളിക്കാൻ പറ്റില്ല കേട്ടോ. നരാധവൻ എന്നൊക്കെ വിളിച്ചാൽ ഇന്ന് രാത്രി ഇന്നെ പൊക്കും എന്നെനിക്കറിയാം. കേരളത്തിൽ നിന്ന് ഞാൻ പറയുന്നത് കേരള ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ടാണ്. ഈ ഭരണം കൂടി ഇവിടെ നിന്ന് ഇല്ലാതായാൽ ഒരു സംശയം വിചാരിക്കേണ്ട, ഈ കൂടിയിരിപ്പ് പോലും നമുക്ക് സാധ്യമല്ലാതായി വരും. അതുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയതിൻ്റെ പിറ്റേ ദിവസം ഗോകുലം ഗോപാലൻ്റെ വീട്ടിലേക്ക് ED വരുന്നത് വെറുതെയല്ല, സെൻസർ ബോർഡ് കടന്നു വരുന്നത് വെറുതെയല്ല. ഇപ്പം അത്രേ വരാൻ പറ്റുള്ളൂ. നമ്മളെയൊക്കെ ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോകാൻ അവർക്കിപ്പോൾ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാം ഗണപതിയുടെയും രാമൻ്റെയും ഒക്കെ കഥകളിൽ ജീവിക്കുകയും ഗുജറാത്ത് എന്ന് പറയുന്ന ഓർമ്മ തന്നെ മാഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെ ഓർമ്മയെ മായ്ക്കുന്ന ഒരു മാധ്യമ പരിസരവും ഓർമ്മകളെ മായ്ക്കുന്ന ഈ ഫാസിസ്റ്റ് പരിതോവസ്ഥയും ചേർന്ന് നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ പേരാണ് ഈ ഫാസിസ്റ്റ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫാസിസം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാണ്ടെയൊക്കെ കോൺഗ്രസിനെ ഇല്ലാണ്ടെയൊക്കെ കോൺഗ്രസിനെ വളർത്തുക, തളർത്തുക, അതൊക്കെയാണ് സിനിമയിലുള്ളതെന്നൊക്കെ ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു. ഇതൊന്നുമല്ല വിഷയം. മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുക.
അതിനെതിരെ ഉയർന്നു വരുന്ന പ്രതിരോധം ഏറ്റവും പ്രധാന ഓർമ്മയാണ്. ആ ഓർമ്മയെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ സിനിമയിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഭാവിയിൽ സംഭവിക്കില്ല എന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല കേട്ടോ. അത് വേറൊരു വിഷയമായതുകൊണ്ട് ഞാൻ പറയുന്നു. ഒരു ബാബു ബജറംഗി കേരളത്തിൽ വരികയും കോൺഗ്രസുമായിട്ട് കൂടുകയും കേരളത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യാവുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഇപ്പോഴുണ്ട്. അടുത്ത ജന്മത്തിൽ എന്നെ ബ്രാഹ്മണനാക്കണേ എന്ന് പറഞ്ഞ ഒരാളെ 1,00,000 വോട്ടിന് ജയിപ്പിച്ച സാംസ്കാരിക തലസ്ഥാനമുള്ള ഈ നാട്ടിൽ ഒരു ബാബു ബജറംഗി വന്നാൽ ചിലതൊക്കെ നടക്കും എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. അതുകൊണ്ട് ആ സിനിമ കടന്നു വരുന്ന സന്ദർഭം വളരെ പ്രധാനം. ഒരു 10 കൊല്ലം മുന്നേ ആണെങ്കിൽ ഒരുപക്ഷെ ഞാനിത് എന്താ സംബന്ധം, അതൊന്നും കേരളത്തിൽ നടക്കാൻ പോണില്ല എന്ന് പറയായിരുന്നു. ഇപ്പം എനിക്ക് അത്ര ഉറപ്പില്ല കേരളത്തിൽ ഇതൊന്നും നടക്കില്ല എന്ന്. കാരണം കേരളം പതിയെ 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 ഒരു ബാബു ബജറംഗിയെ സ്വപ്നം കാണുന്നുണ്ട് എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഏത് വിധേനയും നമുക്കതിനെ ചെറുക്കാം അവസാന പോരാട്ടം വരെ. അഭിവാദ്യങ്ങൾ.